ഇന്ത്യയും പാകിസ്ഥാനുമായി യുദ്ധം തുടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രിയാകുമ്പോൾ തീമഴയാണ് പാകിസ്ഥാൻ പെയ്യിക്കുന്നത്. അതിന് തിരിച്ചടിയായി ഇന്ത്യ നല്ല രീതിയിൽ തിരിച്ചടി നൽകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതിസന്ധിയിലേക്കാണ് പാകിസ്ഥാനെ കൊണ്ടുപോകുന്നത്. പാകിസ്ഥാനെ ഇത്ര വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത് ആരാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ നമുക്കൊക്കെ തോന്നുന്നത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം പോലെയാണ്. ഹമാസ് കുറെ ഡ്രോണുകളും മിസൈലുകളും അയക്കും, അതെല്ലാം ഇസ്രായേൽ തകർക്കും. ചിലതൊക്കെ ഇസ്രായേലിന്റെ മണ്ണിൽ വീഴുകയും ചെയ്യും. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എല്ലാത്തിനെയും തകർത്തുകൊണ്ട് ഇന്ത്യ മുന്നേറുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇവിടെ പാകിസ്ഥാനെ ഈ പ്രതിസന്ധിയിലേക്ക് എത്തിച്ച ആളിപ്പോൾ ജീവനോടെ ഇല്ല എന്നുള്ളതാണ് ചില ഭാഗത്തു നിന്നും വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കശ്മീർ നമ്മുടെ സ്ഥിരകളിൽ ഒഴുകുന്ന രക്തമാണ്. അതിനെ നമ്മൾ ഒരിക്കലും, ആ രക്തത്തെ നമ്മൾ ഒരിക്കലും കൈവിട്ട് കളയരുത് എന്ന് പറഞ്ഞുകൊണ്ട് പാക് ജനങ്ങളുടെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ ഉള്ളിലേക്ക് വിഷം കുത്തിവെച്ച ആളാണ് പാക് പട്ടാള മേധാവി ആയിരുന്ന അസീം മുനീർ. ആയിരുന്ന എന്ന് പറയുന്നതിൽ കാര്യമുണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. പാകിസ്ഥാൻ പട്ടാള മേധാവിയായിരുന്ന അസീം മുനീറാണ് ഇത്തരം ഈ പഹൽഗാമിലെ ഭീകരാക്രമണം പ്ലാൻ ചെയ്തതും ഒരു പാക് കമാൻഡർ ആയിരുന്ന ഒരാളെ പഹൽഗാമിലേക്ക് അയച്ചുകൊണ്ട് ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്തതും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഇപ്പോഴത്തെ ഈ സ്വരച്ചേർച്ചയില്ലായ്മയ്ക്ക് വഴിതെളിച്ചതുമെല്ലാം അസീം മുനീറാണ്. അസീം മുനീർ ഇപ്പോൾ എവിടെയാണ്? ഈ പാക് പ്രശ്നമുണ്ടായതിനു ശേഷം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമുണ്ടായതിനു ശേഷം സിന്ധു നദീജല കരാർ റദ്ദാക്കിക്കൊണ്ട് തന്ത്രപ്രധാനമായ നയതന്ത്ര പ്രഹരം പാകിസ്ഥാന് ഇന്ത്യ നൽകിയതിനു ശേഷം അസീം മുനീറിനെ കണ്ടിട്ടില്ല. ഈ ഇന്ത്യ തിരിച്ച് അടിച്ചപ്പോഴും ഈ ഭീകര താവളങ്ങൾ, പാകിസ്ഥാന്റെ ഭീകര താവളങ്ങളൊക്കെ മസൂദ് അസറിന്റെ 10 കുടുംബാംഗങ്ങളെ ഇല്ലാതാക്കിയപ്പോഴും, മസൂദ് അസറിന്റെ ഭീകര താവളങ്ങൾ ഇല്ലാതാക്കിയപ്പോഴും ഒന്നും അസീം മുനീറിനെ നമ്മൾ കണ്ടില്ല. പാകിസ്ഥാൻ നിർണായകമായ പല തീരുമാനങ്ങളും എടുക്കുമ്പോഴും മൂലക്കുരുവായി ആശുപത്രിയിൽ കിടന്ന പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് വരെ എത്തിയിട്ടും അസീം മുനീറിനെ നമ്മൾ ആരും കണ്ടില്ല. ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച പാകിസ്ഥാനെ സാമ്പത്തികമായും സമാധാനപരമായും തകർത്ത പ്രതിസന്ധിയിലാക്കിയ അസീം മുനീർ എവിടെ എന്നുള്ളൊരു ചോദ്യമാണ് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അസീം മുനീറിന് എന്ത് സംഭവിച്ചു? പാകിസ്ഥാനിലെ പട്ടാള മേധാവികളുടെ കുടുംബാംഗങ്ങളെല്ലാം പാകിസ്ഥാൻ വിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അസീം മുനീറിന്റെ കുടുംബം ബ്രിട്ടനിലേക്ക് പോയി എന്നാണ് പറയുന്നത്. പക്ഷേ അസീം മുനീറിന് എന്ത് സംഭവിച്ചു? ഇപ്പോൾ പാകിസ്ഥാനിൽ പട്ടാള അട്ടിമറി സംഭവിക്കുന്നു, പുതിയ പട്ടാള മേധാവി വരുന്നു. അദ്ദേഹത്തിന്റെ പേര് സാഗിർ ഷംഷാദ് എന്ന പട്ടാള മേധാവി വരുന്നു. അത് സ്ഥിരീകരിച്ചിട്ടില്ല, ചില പാക് മാധ്യമങ്ങൾ തന്നെയാണത് പറയുന്നത്. അപ്പോൾ അസീം മുനീറിന് എന്ത് സംഭവിച്ചു? അസീം മുനീറിനെ പാക് പട്ടാളം തന്നെ തീർത്തോ? അതിന് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, അസീം മുനീർ കുറെ സ്വകാര്യമായി പാകിസ്ഥാനിലേക്ക് വന്ന ഫണ്ടുകൾ അസീം മുനീർ സ്വകാര്യമായി കൈക്കലാക്കി എന്നുള്ളതാണ്. അത് ചില്ലറ തുകയൊന്നുമല്ല അസീം മുനീർ കൈക്കലാക്കിയത്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അസീം മുനീർ ലണ്ടനിലുള്ള കോൺവെന്റ് ഗാർഡൻസിലെ HSBC ബാങ്കിലേക്ക് ഒരു തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. മണി ട്രാൻസ്ഫർ വഴിയാണ് ഈ തുക അയച്ചിരിക്കുന്നത്. ഇത് ചില്ലറ തുകയൊന്നുമല്ല. 1000 രൂപയോ 2000 രൂപയോ അല്ലെങ്കിൽ 1 കോടിയോ 2 കോടിയോ ഒന്നും അല്ല അയച്ചേക്കുന്നത്. ഇത് നമ്മളിത് വായിക്കുമ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചു കേൾക്കുക. ലണ്ടനിലെ കോൺവെന്റ് ഗാർഡൻസിലെ HSBC ബാങ്കിലേക്ക് അസീം മുനീർ ട്രാൻസ്ഫർ ചെയ്ത തുക 2363866813 പാക് രൂപയാണ്. അതായത് 2000,386,68,113 രൂപയാണ് പാകിസ്ഥാനിൽ നിന്ന് HSBC ബാങ്കിലേക്ക് അയച്ചത് അസീം മുനീർ. ഈ അയച്ചതിനുള്ള പൈസ, ഇത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു തുക ചിലവാക്കണം. അത് 1,30,30,256 രൂപയാണ് ഇദ്ദേഹം ചിലവാക്കിയിരിക്കുന്നത്.
ഇതവിടെ UK സ്വീകരിക്കുന്ന ആളിന്റെ നമ്പർ ഡീറ്റെയിൽസ് വേണമല്ലോ. അതിലൊരു ഫോൺ നമ്പറാണ് കൊടുത്തേക്കുന്നത് 3224081913. അതായത് 2,03,386,113 രൂപയാണ് അയച്ചത്. അതിന് ചിലവാക്കിയ പൈസ 1,30,256 രൂപയാണ്. ഇത് സ്വീകരിച്ച ആളിന്റെ നമ്പർ എന്ന് പറയുന്നത് 3224081913. ഇതാണ് അസീം മുനീർ. ഇതിനുശേഷം അസീം മുനീറിനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഇത് പാക് മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് അസീം മുനീറിനെതിരെ ഈ ഡോക്യുമെന്റുകളെല്ലാം എടുത്ത് ഈ മണി ട്രാൻസ്ഫറിന്റെ വിവരങ്ങളെല്ലാം പുറത്തുവിട്ടിരിക്കുന്നത് പാക് മാധ്യമങ്ങൾ തന്നെയാണ്. അതായത് പാക് മാധ്യമങ്ങൾ അടക്കം, പാകിസ്ഥാനിലെ പട്ടാളം അടക്കം, ഭരണകൂടം അടക്കം അസീം മുനീറിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അസീം മുനീറിന്റെ ഈ സ്വകാര്യ ഇടപാടുകൾ കണ്ടെത്തിയിരിക്കുന്നു. അസീം മുനീർ പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് ഭീകരവാദത്തെ വളർത്തുക എന്നതിനപ്പുറം സ്വന്തമായി സ്വകാര്യമായി പണം സമ്പാദിച്ച് ലണ്ടനിലെ ബാങ്കുകളിലേക്ക് അയച്ചിരുന്നു എന്നുള്ള വിവരവും പാകിസ്ഥാന് ലഭിച്ചു. അപ്പോൾ കൂടെ നിന്നുകൊണ്ട് കാല് വാരിയവനെ പാകിസ്ഥാൻ വച്ചുകൊണ്ടിരിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് പുതിയ പാകിസ്ഥാൻ പട്ടാള മേധാവിയായി ഷാഹിർ ഷംഷാദിനെ തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ്. അത് ഔദ്യോഗികമായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രശ്നങ്ങൾക്ക് ശേഷം ഏപ്രിൽ 22-ാം തീയതി പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം അസീം മുനീറിനെ പിന്നെ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അസീം മുനീറിന് എന്ത് സംഭവിച്ചു? അസീം മുനീർ പാകിസ്ഥാൻ വിട്ടു പോയോ? അസീം മുനീർ ജീവനോടെ ഉണ്ടോ എന്ന് പോലും പലരും ചോദിച്ചു. ഇനി ഇന്ത്യയുടെ കയ്യിൽ കിട്ടിയോ അസീം മുനീറിനെ എന്നുള്ളതാണ്. അല്ല, അസീം മുനീറിനെ പാക് പട്ടാളക്കാർ തന്നെ തീർത്ത് കെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അസീം മുനീർ തനിക്ക് പറ്റാൻ പോകുന്ന ദുരന്തം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ അസീം മുനീർ തൻ്റെ കുടുംബത്തെ ബ്രിട്ടനിലേക്ക് നേരത്തെ ഇവിടെ നിന്ന് കയറ്റി അയച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ബലൂചിസ്ഥാനും കൂടി പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാനിലെ 10 പട്ടാളക്കാരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തീർത്തു. മാത്രമല്ല അവിടുത്തെ ഗ്യാസ് പൈപ്പുകളൊക്കെ പൊട്ടിച്ച് കളയുകയാണ് ബലൂചിസ്ഥാൻ. അപ്പോൾ ബലൂചിസ്ഥാന്റെ ഒരു വിളയാട്ടം തന്നെയാണ് പാകിസ്ഥാനിൽ കാണുന്നത്. ബലൂചിസ്ഥാന്റെ തലസ്ഥാന നഗരമായ കൊറ്റ്വ പാകിസ്ഥാന്റെ കൈവശമായിരുന്നു. ആ കൈവശം വെച്ചിരുന്ന കൊറ്റ്വ ബലൂചിസ്ഥാൻ പിടിച്ചെടുത്തു. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബലൂചിസ്ഥാൻ ഇന്ത്യയെക്കാൾ കൂടുതൽ പാകിസ്ഥാനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്നത് ബലൂചിസ്ഥാനാണ്. ഇതിനിടയ്ക്കാണ് പട്ടാള മേധാവി എങ്ങോട്ട് പോയി എന്നുള്ള ഒരു വലിയ ചോദ്യം. പാകിസ്ഥാൻ ഭരിക്കുന്നത് ഭരണകൂടമല്ല, അവിടെ പട്ടാളമാണ് ഭരിക്കുന്നത്. പട്ടാളത്തിനാണ് ഏറ്റവും കൂടുതൽ അവിടെ എന്താ പറയുക അവകാശങ്ങൾ ഉള്ളത് പട്ടാളത്തിനാണ്. പട്ടാള അട്ടിമറിയാണ് പലപ്പോഴും പാകിസ്ഥാനിൽ നടക്കുന്നത്. അങ്ങനെ ഒരു പട്ടാള അട്ടിമറി അവിടെ നടന്നു. അസീം മുനീറിന്റെ കോടിക്കണക്കിന് രൂപകൾ, സ്വകാര്യമായി സമ്പാദിച്ച കോടിക്കണക്കിന് രൂപകൾ പാകിസ്ഥാൻ കണ്ടുപിടിച്ചു. പല ആളുകൾക്കും ട്രാൻസ്ഫർ ചെയ്ത പൈസകൾ എത്രയാണ് എന്ന് കണ്ടുപിടിച്ചു. 2000 കോടി എന്നൊക്കെ പറയുന്നത് ചില്ലറ പൈസയല്ല. അപ്പൊ ഇതെങ്ങനെ കിട്ടി, എവിടെ നിന്ന് വന്നു, എന്തിനാണ് UK അയച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വന്നപ്പോൾ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കിട്ടിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൂടെ പാക് പട്ടാളം തന്നെ അസീം മുനീറിനെ വകവരുത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.